ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുൻപ് മുളക് മല്ലിയൊക്കെ വാങ്ങി പൊടിച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾക്ക് ചെറിയൊരു ഓർഡർ ആയിരുന്നു, നമുക്ക് വീട്ടിൽ കിട്ടിയൊരു ഓർഡറാണ് തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വീട്ടിൽ വിജയിപ്പിക്കുന്നത്, എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ കുഞ്ഞു ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയോട് കൂടി നമ്മൾ ഈ ഒരു വർക്കിനെ സമീപിക്കുക. പിന്നെയുള്ളത് ഇതേപോലെ വാഷ് ചെയ്തിട്ടാണ് നമ്മൾ ഉണക്കി പാക്ക് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ മുളകായാലും മല്ലി ആയാലും വാഷ് ചെയ്യുമ്പോഴുള്ള ആ ഒരു വെള്ളം കണ്ടില്ലേ, മുളകിൻ്റെ ആയാലും നമ്മൾ കാണുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും, നല്ല കളറൊക്കെ ഉണ്ടാകും. പക്ഷെ അത് നമ്മൾ കഴുകിയെടുക്കുമ്പോൾ ആ വെള്ളത്തിന് നല്ല കറുത്ത കളറാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കഴുകിയിട്ടാണ് പാക്ക് ചെയ്യണതെന്ന് നമ്മുടെ കസ്റ്റമർക്ക് അറിയാം. ഉണക്കി പൊടിച്ചിട്ടാണ് പാക്ക് ചെയ്യണതെന്ന് കസ്റ്റമർക്ക് അറിയാം. അതുകൊണ്ടാണ് നമുക്ക് പിന്നെയും കുഞ്ഞൊരു ഓർഡർ ആയാലും നമ്മുടെ അടുത്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്നേഹവും ഇഷ്ടവും കാരണം നമ്മൾ ചെയ്യില്ല എന്ന് പറയില്ല. ഒരുപാട് ലാഭമൊന്നും നമുക്ക് കിട്ടണില്ല. നമ്മുടെ അടുത്ത് സ്വന്തമായിട്ട് മെഷീനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ മെഷീനൊക്കെ അടുത്തൊരു ഫ്രണ്ടിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ പൊടിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ലാഭമാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കൊരു സന്തോഷമാണ്, ഒരു വിശ്വാസമാണത്. നമ്മൾ തന്നെ അവർക്ക് വേണ്ടി പ്രൊഡക്റ്റ് നമ്മൾ ബൾക്കായിട്ട് വാങ്ങിയിട്ട് വന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ച് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് നമുക്ക് ചെറിയൊരു ലാഭം കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് ഇഷ്ടത്തോടു കൂടി ചെയ്യണ ഒരു ബിസിനസ് ആണ് കേട്ടോ ഇതൊക്കെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിവ് സമയം നമ്മൾ ഒട്ടും ടെൻഷനില്ല. നമ്മൾ ആരൊക്കെ മുൻകൂട്ടി ക്യാഷ് വാങ്ങിയിട്ടൊന്നും അല്ലാട്ടോ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മുടെ കസ്റ്റമറൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ, നമ്മുടെ അടുത്തും വിശ്വാസം തന്നെയാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, നന്നായിട്ട് ഉണങ്ങി നമ്മൾ കഴുകി ഉണക്കി കഴിയുമ്പോൾ ഉള്ളൊരു മുളകിൻ്റെ രൂപമാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കളർ കിട്ടാൻ വേണ്ടി 2-3 സൈസ് മുളകുണ്ടല്ലോ, ആ 3 മുളക് നമുക്ക് മിക്സ് ചെയ്തിട്ട്, അതായത് ഈ ചുരുണ്ടിരിക്കുന്ന മുളക് കാശ്മീരി മുളകും അങ്ങനെ 2 മുളക് മിക്സ് ചെയ്തിട്ട് നമുക്ക് വാങ്ങി പൊടിക്കാം. അപ്പം നമുക്ക് പൊടിക്ക് നല്ല കളറാണ് കേട്ടോ. അപ്പോൾ ഒരു മുളക് തന്നെ ഇപ്പം നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് വാങ്ങി പൊടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എരിവ് കൂടും കറിക്ക്. ഈ കാശ്മീരി മുളക് എന്നൊക്കെ പറയുന്നത് നമുക്ക് നിറത്തിന് കുറച്ച് നിറം കിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുമിച്ച് വാങ്ങി പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിറം കിട്ടും. പിന്നെ ഇതാ ഉണക്കാനിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണക്കാനിട്ടേക്കണ മുളകൊന്ന് വന്ന് നോക്കാം. ഇതേപോലെ വലയിലിടുമ്പോൾ വേറെ പറന്ന് പോവാണ്ടിരിക്കാൻ വേണ്ടി 2 സൈഡിലും ഒരു ഇതിൽ കനമുള്ള കല്ലൊക്കെ കയറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ വലയിട്ടിട്ടാണ് ഉണക്കണത്. അപ്പോൾ നല്ല അടിപൊളി മുളക് പൊടി ആയാലും മല്ലിപ്പൊടി ആയാലും. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും നമുക്ക് കുഞ്ഞു ഓർഡർ കിട്ടണത്. അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.